ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC കഴിഞ്ഞ ദിവസം നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ആദ്യ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണ്? ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു, ശരിയാണ്. 1927-29 ലാഹോർ സമ്മേളനം, അത് തെറ്റാണ്. 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതായത് 30 ജനുവരി 26 തെറ്റ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു, ശരിയാണ്. തെറ്റ് ചോദിച്ചത് കൊണ്ട് 2ഉം 3ഉം തെറ്റാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നേതാക്കന്മാർ, സ്ഥലങ്ങൾ ശരിയാക്കുക. മൗലവി അഹമ്മദ് ഉള്ള ഫൈസാബാദ് ആണ്. ഇനി ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയാണ്. ഷാമാൽ ബറൌട്ട് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 1 C, 2 D, 3 A, 4 B. എല്ലാം ഓപ്ഷൻ ഡി എന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതിലേക്ക് പോകാം. തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865 ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമിയിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. A, B ശരിയായ പ്രസ്താവന. B എന്നത് എയുടെ ശരിയായ വിശദീകരണം. ആൻസർ ഓപ്ഷൻ എ ആണ്, ശരിയായ വിശദീകരണമാണ്. ഇനി ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ? ഇരുമ്പും നിക്കലുമാണ്. നിഫെ എന്ന് വിളിക്കുന്നുണ്ട്. നിഫെ. താഴെ കൊടുത്ത ശരിയല്ലാത്ത പ്രസ്താവന. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. ആൻസർ 2ഉം 3ഉം. അഗുൽഹാസ് ശരിയല്ലാത്തതാണ് നമ്മളുടെ ആൻസർ. 2ഉം 3ഉം. നമുക്ക് ശരി മാത്രം പഠിക്കാം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രം ശീതജല പ്രവാഹം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രം ശീതജല പ്രവാഹം. ഒയാഷിയോ പസഫിക് സമുദ്രം ശീതജല പ്രവാഹം. ലാബ്രഡോറും ഒയാഷിയോയും ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലാല. പസഫിക് സമുദ്രത്തിലാണ് ഒയാഷിയോ. ഒയാഷിയോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 780 മെഗാവാട്ട്. ശരിയായത് കണ്ടെത്തുക. ദാമോദർ നദി, ഗോദാവരി, കൊയ്ന, ബ്രഹ്മപുത്ര. അപ്പോ ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് അറിയപ്പെടും. ബ്രഹ്മപുത്ര ആസാമിന്റെ ദുഃഖമാണ്. ഇനി ദാമോദർ നദിയുണ്ട്. മഹാരാഷ്ട്രയുടെ ജീവനാഡി ഏതാണ്? അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 2, 3, 4. ദാമോദർ നദി എന്ന് പറയുമ്പോൾ A1. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ദാമോദർ നദി ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. A1 എന്നാണ് ഇപ്പോൾ പ്രൊഫഷണൽ കീ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ദാമോദർ നദി ആസാമിന്റെ ദുഃഖം. ചുവന്ന നദിയും ബ്രഹ്മപുത്രയാണ്. അപ്പൊ അത് 2 വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഗോദാവരി നദി. ഗോദാവരി എന്ന് പറയുമ്പോൾ ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നു. കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാഡിയാണ്. ഇനി ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദിയാണ്. ആസാമിന്റെ ദുഃഖവും പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചുവന്ന നദി കൂടിയാണ് ബ്രഹ്മപുത്ര. അടുത്തത്, താഴെ പറയുന്ന ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ആൻസർ ലിഗ്നൈറ്റ്. താഴെ പറയുന്ന RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ബാങ്കുകളുടെ ബാങ്കാണ്. സർക്കാരിന്റെ ബാങ്കാണ്. വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്. പാവപ്പെട്ടവന്റെ ബാങ്ക് എന്നൊരു ടാഗ്ലൈൻ ഇല്ല. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ആൻസർ നബാർഡ്. ഗ്രാമീണ വികസനം, കൃഷി വികസനം ഇതൊക്കെ ലക്ഷ്യമാക്കിയാണ് 1982 നബാർഡാണ് നിലവിൽ വന്നത്.
സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഇവിടെ ജൈവ കൃഷി എന്നുള്ള രീതി നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. കാർഷികോൽപാദനം ജൈവ കൃഷി മാത്രം ചെയ്യുന്നൊരു ലക്ഷ്യം നീതി ആയോഗിനില്ല. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് ഏത് മേഖലയിൽ പെടുന്നു? ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. ഹിൽട്ടൺ യെയ്ൻ കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹിൽട്ടൺ യെയ്ൻ കമ്മീഷൻ പ്രകാരം വന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്? ആമുഖത്തിൽ മാത്രമാണ് ഒരു ഡേറ്റ് ഉള്ളത്. 1949 നവംബർ 26 എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ. പ്രിയാമ്പിൾ, ആമുഖം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18 ശരിയാണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത ആർട്ടിക്കിൾ 44 ശരിയാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കി ആർട്ടിക്കിൾ 17. മനുഷ്യ കച്ചവടം നിർബന്ധിച്ച് പണി ചെയ്യിക്കൽ നിരോധനം വകുപ്പ് 23. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 23 പണി ചെയ്യിക്കലാണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ സിവിൽ നിയമ ലംഘനം എന്നാണ്. ഇവിടെ സിവിൽ നിയമ സംഹിത എന്ന് പറഞ്ഞ് നമ്മുടെ സിവിൽ കോഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 തന്നെയാണ്. 44. ഇപ്പൊ പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. അപ്പൊ ഇത് മാത്രം കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചത്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് മാത്രം നിർദ്ദേശക തത്വങ്ങളാണ്. ബാക്കിയെല്ലാം നമ്മുടെ എന്താണ്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എല്ലാം പറഞ്ഞേക്കുന്ന എല്ലാം ശരിയാണ്. കൂട്ടത്തിൽ പെടാത്ത ചോദിച്ചപ്പോൾ നമ്മൾ നിർദ്ദേശ തത്വങ്ങൾ എഴുതി. സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്, അതിന്റെ മലയാളമാണ് തന്നേക്കുന്നത്. ഇനി 42, 44, 73 ഭേദഗതികൾ തന്നിരിക്കുന്നു. 42ാം ഭേദഗതി എന്ന് പറയുമ്പോൾ മിനി ഭരണഘടന എന്നറിയാം. 1976 അത് തന്നിട്ടില്ല. 44ന്റെ വർഷം 78 തന്നിട്ടുണ്ട്. മൗലിക കടമകൾ ചേർന്നിരുന്നു. അതുകൊണ്ട് അപ്പൊ 1D4 1D4 തപ്പുക. ഓക്കെ, അല്ല 1D2 തപ്പുക. 1D2 ഇതാണ്. അപ്പൊ ഇത് ഉത്തരം കിട്ടി. 44 24 ആണോ നോക്കി. ആണ്. അത് 300A സ്വത്തവകാശം ഇൻക്ലൂഡ് ചെയ്തു. അതും ശരിയാണ്. അപ്പോൾ 78. ഇനി 73ാം ഭേദഗതി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് അറിയാം. 11ാം പട്ടികയാണ്. അത് ത്രിതല പഞ്ചായത്താണ് അല്ലെ. 3C 3B1 86 എന്ന് പറയുമ്പോൾ 21A 2002 ആണ്. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ഇനി തന്നിരിക്കുന്ന കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് അറിയാം. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആൻസർ ബി ആണ്. കൺകറന്റ് ലിസ്റ്റ് അതായത് വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്, മായം ചേർക്കലുണ്ട്, തൊഴിലാളി സംഘടനയുണ്ട്, വിവാഹമോചനം വിവാഹമുണ്ട്, ദത്തെടുക്കൽ, പിന്തുടർച്ചയുണ്ട്. നമ്മളിൽ തന്നിരിക്കുന്നത് എല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അളവ് തൂക്ക സമ്പ്രദായം, പക്ഷി മൃഗാദികളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, വനം, സാമ്പത്തിക ആസൂത്രണം, ജനകീയ ആസൂത്രണം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ച. രാജ്യസഭ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, അംഗങ്ങൾക്കാണ് കാലാവധി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് FPTP ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സമ്പ്രദായം അല്ല, പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഇവിടെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. 30 വയസ്സുള്ളവർക്ക് രാജ്യസഭ അംഗമാകാം. ഹൗസ് ഓഫ് ദ പീപ്പിൾ അല്ല, കൗൺസിൽ ഓഫ് ദ പീപ്പിൾ ആണ്. ലോക്സഭയാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. എല്ലാം തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതി വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ചോദ്യത്തിൽ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാൻ പറ്റും.
രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് ഗവർണറെ നിയമിക്കാൻ അധികാരമുണ്ട്. ഇതൊക്കെ അധികാരങ്ങൾ ഉള്ളതാണ്. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ആൻസർ 4 ഓൺലി. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത്. ഈ അധികാരങ്ങളൊക്കെ രാഷ്ട്രപതിക്ക് ഉള്ളതാണ്. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടാണ് ഗവർണർ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നതും. പ്രസിഡൻഷ്യൽ ഭരണമൊക്കെ നടക്കുമ്പോൾ രാഷ്ട്രപതിക്ക് വേണ്ടി ഗവർണർ ഭരിക്കും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിയോട് ചോദിക്കാം, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ, കൂട്ടുമന്ത്രിസഭയൊക്കെ ചേർത്ത് വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട് പ്രധാനമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയത് എന്നാണ്. 104 പ്രകാരമാണ് നിർത്തലാക്കിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരി ഏതൊക്കെ? ഇന്ത്യയിലെ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കാൻ അധികാരം ഡിലിമിറ്റേഷൻ കമ്മീഷൻ. ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും അതിർത്തിയൊക്കെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിയമിക്കും. അവരാണ് നോക്കുന്നത്. ഇവരുടെ ഉത്തരവുകളൊന്നും ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. 1951 നിലവിൽ വന്നതാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ ശരിയായിട്ടുള്ളത് വകുപ്പ് 280 എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. നിലവിൽ 16ാം കമ്മീഷനാണ്. അരവിന്ദ് പനഗരിയാണ് ചെയർമാൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി തന്നെയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സ്ത്രീ പുരുഷൻ തുല്യ വേതനം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽരഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശ ജോലികൾ നൽകണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. പുരുഷന് തുല്യ വേതനമാണ്. 15 ദിവസത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിൽ തൊഴിൽരഹിത വേതനം കൊടുക്കണം. 15 ദിവസത്തിനകം തദ്ദേശ ജോലികൾ നൽകണം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങൾ. എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരനായി കണക്കാക്കുന്നത്? 60 വയസ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാനെയാണ് ചോദിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഈ പുസ്തകത്തിന്റെ രചയിതാവാണ് റാംഡിയോ മിശ്ര. റാംഡിയോ മിശ്രയാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. തെറ്റായ പ്രസ്താവന. UNEP സ്ഥാപിതമായ 1972. പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 95. 3 മാത്രമാണ് തെറ്റ്. അപ്പൊ UNEP എൻവയോൺമെന്റ് പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയോൺമെന്റ് പ്രോഗ്രാം 1972. ഗ്രീൻ പീസ് 71. ശരിയായ പ്രസ്താവന ഏതാ? സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണും. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗങ്ങളിൽ പനി, ചുമ, നെഞ്ചുവേദന. പ്ലാസ്മോഡിയം മലേറിയ വിറയലോടുകൂടി ശക്തമായ പനി. സാൽമണല്ല ടൈഫി ടൈഫോയിഡ് കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടും. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു. 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുവാൻ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ജീവനി. ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ്? ഗുരുത്വാകർഷണം കുറയുന്നു. ഉയരം കൂടുമ്പോൾ ഗുരുത്വാകർഷണം കുറയുന്നു.
ഒരു ഗോളീയ ദർപ്പണത്തിൽ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ. അതിന്റെ ഫോക്കസ് ദൂരം എന്താണ്? 0.075 ആണ്. വക്രതാ ദൂരം തന്നു, ഫോക്കസ് ദൂരമാണ് ചോദിച്ചത്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തിനോട് ബന്ധമില്ലാത്തത് ഏതാണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് മാലോസ് നിയമമാണ്. ഹോഗ് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടൺ മൂന്നാം ചലന നിയമമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പാഡെക്സ് ആണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം. എന്നാൽ PSC ആൻസർ പ്രകാരം ചന്ദ്രയാൻ 4 ആണ്. ഇത് ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. PSC ആൻസർ B ആണ്. യഥാർത്ഥ ആൻസർ സ്പാഡെക്സ് ആണ്. സ്പേസ് ഡോക്കിംഗ് നേട്ടം സ്പാഡെക്സ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് നോക്കാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇത് ചലഞ്ച് ചെയ്യുക. അടുത്ത ഫൈനൽ കീയിൽ മാറി വരും. പദാർത്ഥ കണികകളുടെ ദ്രവിത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ഡി ബ്രോഗ്ലി. പദാർത്ഥ കണികകളുടെ ദ്രവിത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. ഇനി CuNH3,6Cl3 കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? +3. ലൂയിസ് ബേസ് അല്ലാത്തത്? കാർബൺ ഡൈ ഓക്സൈഡ്. രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 23 ആണ് ചോദിച്ചത്, 24 അല്ല ചോദിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന എക്സാം. ക്വാണ്ടം ഡോട്ട്സ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല, കൊല്ലം. ശരിയാണ്. വേലുത്തമ്പി തലവ കുണ്ടറ വിളംബരം കൊല്ലം ജില്ല. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ നീരപ്ലാൻ 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. ശരിയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരമാണ് തോമസ് മത്തായി വർഗീസ്. പത്തനംതിട്ട സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ആറന്മുളയാണ്. അതും ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് എല്ലാം 47C ആണ്. എല്ലാം ശരിയാണ്. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ച ആദ്യമായി ആറന്മുള കണ്ണാടിക്കാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായ വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജനി പരിണയം, അപ്പൊ തന്നെ ആൻസർ കിട്ടി അല്ലെ. സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. ബ്രഹ്മസമാജത്തിന്റെ ശാഖ അയ്യതൻ ഗോപാലൻ. റാവു സാഹിബ്, ദാർ സാഹിബ്. ഈ അടുത്ത സമയത്ത് വെച്ച് ദർ സാഹിബ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ്. 1898 ജനുവരി കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ. ടാഗോർ വിശേഷിപ്പിച്ചത് എന്താണ്? കേരളത്തിന്റെ രാജാ റാംമോഹൻ റോയ് എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യതൻ ഗോപാലിനെയാണ്. ടാഗോറിന്റെ ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര്. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷൻ. തെറ്റായ പ്രസ്താവന. 2002, 13, 25 ഇന്ത്യ ജേതാക്കൾ. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയ. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയില്ല. ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം 2000. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീമാണ് ഓസ്ട്രേലിയ. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് 2002, 2013, 2025 ഈ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷൻ 2002, 2013, 2025 ഇന്ത്യ ജേതാക്കളായി. ന്യൂസിലൻഡിന് കിരീടം നേടിയത് 2000-ലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര വനിതാ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ക്രിസ്റ്റി കാവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് ക്രിസ്റ്റി കാവൻട്രി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇംഗ്ലീഷും മാത്സുമാണ്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The quality of the oranges dash not satisfactory. The quality of the oranges was not satisfactory. He dashed 10 years of service by next March. He will have been completing. None of us played the game well. Did
V. Answer option D. If you had reached the venue at the right time, you had plus V3 would have അല്ലെങ്കിൽ could have meet. Could have അപ്പോൾ ഇവിടെ could have meetഉം could have metഉം ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് haveന് ശേഷം വരേണ്ടത് could have met. Could have met. Teacher could not dash beating the student for his misbehavior. Could not keep from. Teacher could not keep from beating the students for his misbehavior. The correctly spelled word momento ആണ് correctly spelled momento. Court observed the agreement null and void. Null and void എന്ന് വെച്ചാൽ this is invalid എന്നാണ് meaning. This is invalid. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Iconoclast. Change the reported speech. She said, "Will you listen to such an advice?" അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിലറി വേർബിലാണ് ചോദിച്ചിരിക്കുന്നത്. yes or no ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ if അല്ലെങ്കിൽ whetherൽ ആരംഭിക്കണം. He asked whether. ഇത്രയും എല്ലായിടത്തും ഒരുപോലെയാണ്. They would. വില്ല് വുഡ് ആകണം. വില്ല് വുഡ് ആകണം. നീടായിരുന്നെങ്കിൽ had to ആയനെ. They would listen to such an advice. If he asked whether they would listen to such an advice. would have വേണ്ട. would മതി. would മോഡൽ ഓക്സിലറി വെർബ് ആണ്. അതിനുശേഷം V1 ആണ് വേണ്ടത്. listened എന്ന് വരത്തില്ല. ഇനി UPI എക്സ്പാൻഷൻ എന്താണ്? നമ്മൾ UPI ട്രാൻസാക്ഷൻസ് ഗൂഗിൾ പേ ഒക്കെ നടത്തുന്നവരാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഇനി മലയാളം ആ പ്ലസ് അന്നാണ് അവൻ ആഗമസന്ധി. ആദേശസന്ധി ഉദാഹരണം ഏതാണ്? ബിണ്ഡലം. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഇതൊക്കെ. ഇനി ആർക്കെടൈപ്പ് മലയാളം എന്താ? ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം എഴുതുക. തീർഷ. തരണം ചെയ്യാനുള്ള ഇച്ഛ. കൂട്ടത്തിൽ പെടാത്തത് എന്താണ്? ഉഗ്രം. ശാന്തമാണ് വിപരീതം. ജംഗമം, സ്ഥാവരം, മണ്ഡനം, ഖണ്ഡനം, വൃഷ്ടി, സമഷ്ടി. കുതിര പര്യായം അല്ലാത്തത് ഏതാണ്? ഹയം കുതിരയാണ്. ഘോടകം കുതിരയാണ്. നഗജ പീതി കുതിരയാണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നായകൻ നായികയാണ്. നായകിയല്ല നായിക. ശ്വശുരൻ ശ്വശ്രു. തപസി തപസ്വിനി. ഉപാധ്യായൻ ഉപാധ്യായ്. പൂജക ബഹുവചനം വൈദ്യർ. കരണീ പ്രസവം എന്നാൽ അപൂർവമായ സംഭവമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മലയാളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് മുമ്പ് അബ്കാരി നിയമം ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞ് ജസ്റ്റ് അങ്ങ് പോവുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ച് സമയം കളയുന്നില്ല. ഇനി എക്സസൈസിന്റെ തന്നെ കുട്ടികൾ വന്ന് നോക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ആൻസർ ടിക്ക് ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് വേണ്ട മനുഷ്യാവകാശം വിവരാവകാശം ഒക്കെ ഇതിനകത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് തപ്പിയെടുക്കാം. ഓക്കെ. 87 സി ആണ്. 88 എ ആണ്. 89 സി ആണ്. 90 ബി ആണ്. 91 എ ആണ്. 92 ഡി ആണ്. 93 ഇതൊന്ന് പഠിച്ചു വെക്കുക. ക്യോട്ട്പ ആക്ട് ഏത് വകുപ്പ്? പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം. ഇത് നമുക്ക് വേണം. വകുപ്പ് 4. വേറൊന്നും ഇതുവരെ പറഞ്ഞതിൽ വേണ്ട. 94 എ ആണ്. 95 ഇന്ത്യയിലെ പുകയില നമുക്ക് വേണം. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി വേണ്ടതാണ്. ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ വേണ്ടതാണ് 144 05.
കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? 2016. 2000 സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വം ബോധപൂർവം പകർത്തുന്നു, പ്രസിദ്ധീകരിക്കുന്നു, പ്രക്ഷേപണം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ 3 വർഷം തടവ്, 2 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ 2 കോടി. 2000 സാങ്കേതിക നിയമം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ്, മറ്റേതിൽ അനന്യമായ തിരിച്ചറിയൽ സവിശേഷത, വഞ്ചനാപരം, സത്യസന്ധതയില്ലാതെ ഉപയോഗിക്കുന്നു, ശിക്ഷ 3 വർഷം തടവ്, 1 ലക്ഷം രൂപ പിഴ. അപ്പൊ അത് രണ്ടും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. വേണ്ട ക്വസ്റ്റ്യൻസ് ടിക്കറ്റിട്ടുണ്ട്, പ്രത്യേകം ക്വസ്റ്റ്യൻ വായിച്ച് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി മാത്സ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടതാണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ഒന്ന് കാണാം. ആദ്യ ആൻസർ ബി ആണ്. ഇത് ആദ്യം 1, 3, 5 എന്ന് പറയുന്ന n പദങ്ങൾ 1, 2, 3 എക്സെട്ര അല്ലെ. അപ്പൊ ആദ്യം ഒറ്റ സംഖ്യയുടെ തുകയും ഇപ്പുറത്ത് എണ്ണൽ സംഖ്യയുടെ തുകയും തന്നു. എന്നിന്റെ വില കാണാം. നമുക്ക് ഒറ്റ സംഖ്യയുടെ തുക ഇക്വേഷൻ n² ആണെന്നും ഇത് n × n+1/2 ആണ് എന്നും അറിയാം. അപ്പൊ n² + n/2 എന്ന് വരുന്നുണ്ട്. n വിട്ടു. അത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരാൾ 1 ഡസൻ ബാഗുകൾ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടുപിടിക്കാൻ പറ്റും എളുപ്പത്തിൽ. n പദങ്ങൾ, ഒരാൾ 1 ഡസൻ ബാഗുകൾ ഇങ്ങനെ വിറ്റു. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം പവർ ഇട്ട് വളരെ ഫാസ്റ്റായി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി. 485 മാർക്ക്. ആകെ മാർക്കിന്റെ 91%. അപ്പോൾ 91% എന്ന് വെച്ചാൽ 455. അങ്ങോട്ട് എക്സ് കണ്ടുപിടിക്കുക. ആൻസർ 500. സാമാന്തരികം ABCD. സാമാന്തരികം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കാര്യം കുറെ നാളായി കണ്ടിട്ട്. സാമാന്തരികം. സി. ഒറ്റയാനെ കണ്ടെത്തുക. ബി ആണ് ആൻസർ. 2022 ജനുവരി 1 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശനി. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ആൻസർ വരുന്നത് എ ആണ്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഓപ്ഷൻ ബിയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡിയുമാണ്. അങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സെക്ഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.